അപ്പോഴും പ്രിയപ്പെട്ട കുറ്റം ദൈവത്തിനാണ്. എന്നാൽ പ്രിയപ്പെട്ട ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു മകനുണ്ടായി, ആ കുഞ്ഞുണ്ടായപ്പോൾ നിങ്ങൾ എന്തൊക്കെ സ്വപ്നമാണ് കണ്ടത്? അല്ലെ പഴയ അനുഭവത്തിൽ പറഞ്ഞാൽ നമുക്കൊരു ഉണ്ണി പറഞ്ഞു, ആ ഉണ്ണിയെ പറ്റി അപ്പനും അമ്മ എന്തോ ഒരു സന്തോഷമാവോ, കയ്യിലെടുത്ത് ലാളിക്കുന്നു, അവനെ മുലയൂട്ടുമ്പോൾ അമ്മ അവന്റെ തലമുടിയിലൊക്കെ തടയിക്കൊണ്ടിങ്ങനെ സ്വപ്നം കാണി, കുഞ്ഞങ്ങോട്ട് വളരും, ഇവനങ്ങോട്ട് വളർന്നിട്ടെന്താണ് യൗവനയുക്തനായിട്ട് തീരും, ഇവൻ അപ്പനെയും അമ്മയെ പൊന്നുപോലെ കരുതും, ഇവൻ എന്താണ് പാപം ചെയ്യത്തില്ല, കള്ളു കുടിക്കത്തില്ല, വീട്ടിൽ വഴക്കുണ്ടാക്കത്തില്ല, എല്ലാവരുടെ മുമ്പിൽ പൊന്നുണ്ണിയായിട്ട് ഇവൻ ജീവിക്കും നോക്കിയാൽ നമ്മളൊക്കെ സ്വപ്നം കാണുകയാണ്. ആഹാ, അവനങ്ങോട്ട് പതിയെ പതിയെ വളർന്നു വന്നു, കൗമാരം കഴിഞ്ഞു, അവന്റെ സ്വന്തമായിട്ട് കാലിൽ നിൽക്കാനുള്ള ശക്തി വന്നപ്പോൾ അപ്പനെ അമ്മയെ പരിഹസിക്കാനും നിന്ദിക്കുവാനും അമ്മയുടെ കൊങ്ങായിക്ക് പിടിക്കുവാനും അപ്പന്റെ കരണത്തടിക്കാനും ഒക്കെ അവൻ യോഗ്യനായിട്ട് തീർന്നു, അവൻ ബലമുള്ളവനായിട്ട് തീർന്നു. പ്രിയപ്പെട്ട ഈ കുഞ്ഞ് ഇങ്ങനെയായിട്ട് അവൻ മദ്യപാനിയായിട്ട് തീർന്നെങ്കിൽ പ്രിയപ്പെട്ട ഇപ്പൊ താഴെ വെച്ച് ഞങ്ങളൊരു മദ്യപാനിയൊക്കെ അവന് മാനസാന്തരപ്പെടുന്ന ആഗ്രഹമുണ്ട്, മാനസാന്തരപ്പെടുമായിരിക്കാം. പ്രിയപ്പെട്ട നമ്മുടെ മക്കളെ നമ്മൾ മദ്യപാനിയായിട്ടാണോ വളർത്തുന്നത്? കള്ളുകുടിയനാകാൻ വേണ്ടിയിട്ടാണോ നമ്മൾ അവനെ വളർത്തുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ എന്താണ്, അവൻ കള്ളുകുടിയായിട്ട് തീരുമ്പോൾ അതിന്റെ ഉത്തരവാദി അവന്റെ അപ്പനാണോ? അല്ല. ഞങ്ങൾ ജയിലിൽ പോയി സുവിശേഷം പറയും കേട്ടോ. ജയിലിൽ പോയിട്ട് മാവേലിക്കര ജയിലിൽ പോയി ഞാൻ ഇങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോഴേ അവിടെ ഇങ്ങനെ അനേക ആൾക്കാർ അതിനകത്ത് കള്ളന്മാരുണ്ട്, കൊലപാതകളുണ്ട്, പിന്നെന്താണ് തെറ്റായ വഴി പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ അവിടെ ജയിലറയിലിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ മക്കളെ പറ്റി ഞാൻ അവരോട് പറഞ്ഞു, നോക്കുവിനെ നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ അവരെ പറ്റി എന്തൊക്കെ സ്വപ്നം കാണും? എന്നിട്ട് അവിടെ ഇരിക്കുന്ന 30, 40, 50, 60, 70 വയസ്സുള്ള ആൾക്കാർ അവിടെ ഇരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഓരോരുത്തരും ജനിക്കുന്ന നാളിൽ നിങ്ങളുടെ അപ്പനും അമ്മ ഇതുപോലെ നിങ്ങളെ ലാളിച്ചില്ലയോ? നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾ ഇതുപോലെ കൊഞ്ചിച്ചില്ലയോ? അവർ നിങ്ങളെ എത്രമാത്രം ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ അവർക്ക് വിരുദ്ധമായിട്ടല്ല ജീവിച്ചത്. അവർക്ക് അവിടെ പാപബോധം ഉണ്ടാകുകയാണ്. അതേപോലെ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ലാളിച്ചതുപോലെ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ ലാളിച്ച അപ്പനും അമ്മയും ഉണ്ട്. അവരുടെ മുമ്പിൽ എന്താണ്, അവരുടെ കണ്ണുനീരില് അവർ നമ്മുടെ ജീവിത മുഖാന്തരം അവരെ കണ്ണുനീരിലേക്ക് നടത്തി. പ്രിയപ്പെട്ട ഒരപ്പനും മക്കൾ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരമ്മയും തന്റെ കുഞ്ഞുങ്ങൾ എന്താണ് ദുർനടപ്പിലേക്ക് പോകാൻ ആശിക്കുന്നുമില്ല. എല്ലാ അപ്പന്മാരും എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുവാനും പാപമില്ലാത്തവരായിട്ട് അവരെപ്പോഴും ചിരിച്ച് കളിച്ച് സമൃദ്ധിയോടെ ജീവിക്കുവാനും ആശിക്കുന്നുവെങ്കിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സർവശക്തിയുള്ള ദൈവം ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവോ? പിന്നെ എങ്ങനെ നശിച്ചു പോകുന്നത് പ്രിയപ്പെട്ടവരെ? നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടുകൂടി മറ്റേ തന്നെ തെറ്റായിരിക്കുന്ന വഴികൾ സഞ്ചരിച്ച് അമ്മയപ്പന്മാർക്ക് വിരുദ്ധമായിട്ട് ജീവിച്ചതുപോലെ പ്രിയപ്പെട്ട ചരിത്രം ഞാൻ പറഞ്ഞു തരാം. ഈ ഭൂമിയിലെ എല്ലാ നാശത്തിനും കാരണം മനുഷ്യന്റെ പാപമാണ്, അനുസരണക്കേടാണ്. 6000 വർഷം, അതായത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ, നമ്മുടെ മക്കൾ ഇങ്ങനെ നശിച്ചു പോകാൻ കാരണം അപ്പനെ അമ്മയെ അനുസരിക്കാത്തതില്ലയോ? കുഞ്ഞുനാൾ മുതൽ നമ്മൾ പറയുന്ന അവനെന്താണ്, അവൻ റിബലായിരുന്നു, അവൻ കുഞ്ഞുനാൾ മുതലേ നമുക്ക് എതിരെ നിന്നെങ്കിൽ അതിന്റെ അർത്ഥം അവൻ നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ നിങ്ങൾ ബഹുമാനിപ്പിൻ, അനുസരിപ്പിൻ, നിങ്ങൾക്ക് നന്മ ഉണ്ടാകേണ്ടതിനും ദീർഘായുസ് ഉണ്ടാകേണ്ടതിനും. എത്രയോ ജ്ഞാനമുള്ള കുഞ്ഞുങ്ങള്, എത്രയോ വിദ്യാസമ്പന്നരായിരിക്കുന്ന കുഞ്ഞുങ്ങള് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു വിധമായിരിക്കുന്ന അനവധി തെറ്റായിരിക്കുന്ന വഴികളിലൂടെ കടന്നുപോയിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ജയിലറകളിൽ ഒടുങ്ങിപ്പോകുന്നത് അമ്മയപ്പന്മാരെ അവർ അനുസരിക്കാതെ അവരോരോരുത്തരും തന്റെ ബുദ്ധിയിൽ കാഴ്ചത്തോടെ നടന്നു.